നമസ്കാരം, ഏവർക്കും ബസിലിക്ക ന്യൂസിലേക്ക് സ്വാഗതം. ജന്മദിനം ആഘോഷിച്ച് ഡിൻഡോച്ചൻ. ദുഃഖാന തിരുനാൾ ആഘോഷിച്ച് ബസിലിക്ക കുടുംബം. ക്ലോത്ത് ആർട്ട് ഒരുക്കി യൂത്ത് CLC. ഓൺലൈൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. ഒപ്പുശേഖരണം നടത്തി ബസിലിക്ക ഇടവക. പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്ത് തിരുബാലസഖ്യവും ജൂനിയർ CLCയും. ഊട്ടുതിരുനാളിന് ഒരുങ്ങി ബസിലിക്ക. ട്യൂസ്ഡേ പ്രയർ മീറ്റിംഗ്. ബസിലിക്ക മതബോധന ദിനം. വാർത്തകൾ വിശദമായി. ജന്മദിനം ആഘോഷിച്ച് ഡിൻഡോച്ചൻ. 2024 ജൂലൈ 2 ജന്മദിനം ആഘോഷിച്ച ഡിൻഡോച്ചന് ഇടവക സമൂഹം ആശംസകൾ നേർന്നു. ദുഃഖാന തിരുനാൾ ആഘോഷിച്ച് ബസിലിക്ക കുടുംബം. 2024 ജൂലൈ 3 തോമസ് ലിയോയുടെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. അന്നേ ദിവസം നാമഹേതു തിരുനാൾ ആഘോഷിച്ച ഡീക്കൻ ജിനോയ് പുലോക്കാരന് ബസിലിക്ക സമൂഹം ആശംസകൾ നേർന്നു. ക്ലോത്ത് ആർട്ട് ഒരുക്കി യൂത്ത് CLC. സെന്റ് തോമസ് ഡേയോടനുബന്ധിച്ച് തോമസ് ലിയോയുടെ രൂപം യൂത്ത് CLC ക്ലോത്ത് ആർട്ടായി ഒരുക്കിയത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഓൺലൈൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. സെന്റ് തോമസ് ഡേയോടനുബന്ധിച്ച് മതബോധന വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഓൺലൈൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ നിരവധി കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ഒപ്പുശേഖരണം നടത്തി ബസിലിക്ക ഇടവക. JB കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ജൂലൈ 3 പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 2024 ജൂലൈ 3 രാവിലെ 7:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒപ്പുശേഖരണം നടത്തി. പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്ത് തിരുബാലസഖ്യവും ജൂനിയർ CLCയും. 2024 ജൂലൈ 14 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുബാലസഖ്യത്തിലേക്കും ജൂനിയർ CLCയിലേക്കും പുതിയ അംഗങ്ങളെ ചേർത്തി. ഊട്ടുതിരുനാളിന് ഒരുങ്ങി ബസിലിക്ക. 2024 സെപ്റ്റംബർ 27 നടക്കാൻ പോകുന്ന ഊട്ടുതിരുനാളിന് മുന്നോടിയായി ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് 2024 ജൂലൈ 21 ഞായറാഴ്ച രാവിലെ 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം റവറൻ ഫാദർ സാജൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഊട്ടുതിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ വെള്ളിയാചരണം ജൂലൈ 26 ആരംഭിച്ചു. ട്യൂസ്ഡേ പ്രയർ മീറ്റിംഗ്. ബസിലിക്ക ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പ്രയർ മീറ്റിംഗ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകിട്ട് 6:30 മുതൽ 7:30 വരെ നടത്തപ്പെടുന്നു. ബസിലിക്ക മതബോധന ദിനം. ബസിലിക്ക ഇടവകയുടെ 2024 മതബോധന ദിനം ജൂലൈ 27 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ജൂബിലി ഹാളിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. മാർക്കിലും ഹാജരിലും മുന്നിലെത്തിയവർക്ക് സമ്മാനദാനം നടത്തി. കലാപരിപാടികളും ഉണ്ടായിരുന്നു. മതബോധന വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക തിയോസ് ഡോമോസ് ദൈവത്തിന്റെ വാസസ്ഥലം ആ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.